ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇഷ്ടപരമ്പരയുടെ ഇന്നത്തെ പുതുപുത്തൻ വിശേഷങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. എല്ലാവർക്കും ഇന്ന് നല്ലൊരു ദിവസമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് വിശേഷങ്ങളിലേക്ക് കടക്കാട്ടോ. അപ്പം അലോക് പറയണ, അനുശ്രീ ഇന്നലെ മുതലേ എൻ്റെ കൂടെ ഉണ്ട് എന്ന് പറയാം. അത് കേൾക്കുമ്പോൾ ഗോമതി ദേഷ്യത്തോടു കൂടി അലോകിൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് പറയും, ദേ എന്ത് തോന്നിവാസവും എൻ്റെ കൊച്ചിനെ പറ്റി വിളിച്ച് പറയാമെന്ന് നീ കരുതരുത്. അവളെ ഞാൻ നല്ല അടക്കോ ഒതുക്കത്തോടു കൂടിയാണ് വളർത്തിയത്. അങ്ങനൊരു തെറ്റ് അവൾക്ക് സംഭവിക്കത്തുമില്ല. നിന്റെ കൂടെ അവൾ ഇറങ്ങി വന്നത്രേ. ദേ നിന്നെ ഞാൻ ശരിയാക്കും. മര്യാദയ്ക്ക് സത്യം പറഞ്ഞോ, നീ എൻ്റെ മോളെ എന്താടാ ചെയ്തത് എന്ന് ചോദിക്കാം. അത് കേൾക്കുമ്പോൾ ജീവന്റെ അമ്മ പറയും, നല്ല അടക്കോ ഒതുക്കോ ഉള്ള പെൺകുട്ടി കല്യാണത്തലേന്ന് ഏതോ ഒരുത്തിന്റെ കൂടെ ഇറങ്ങി പോകാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് എത്ര വലിയ തെറ്റാണെന്നറിയാമോ? ഇങ്ങനെ ഒരുത്തിയാണല്ലോ നിങ്ങളെല്ലാവരും കൂടി എൻ്റെ മകന്റെ തല കെട്ടിവെക്കാനായിട്ട് നോക്കിയത്. എന്തായാലും അവൾ നേരത്തെ തന്നെ ഒളിച്ചോടിപ്പോയത് നന്നായി. കല്യാണത്തിന് ശേഷമാ ഇങ്ങനൊന്നും സംഭവിക്കുന്നെങ്കിലേ എൻ്റെ കൊച്ചിന്റെ ജീവിതം പോയേനെ. ഇനി എന്തായാലും ഈ പെണ്ണിനെ എനിക്ക് വേണ്ട. ഇനി അവൾ തെറ്റ് ചെയ്താലും ചെയ്തില്ലേലും ഞങ്ങളുടെ കുടുംബത്തിലേക്ക് ഇങ്ങനെ ഒരുത്തെ കെട്ടിയെടുക്കാൻ ഞാൻ എന്തായാലും സമ്മതിക്കാൻ പോകുന്നുമില്ല. എൻ്റെ ജീവനെ നല്ല തങ്കപ്പെട്ട സ്വഭാവമുള്ള പെൺകുട്ടികളെ കിട്ടും. ഇതിങ്ങനെയൊക്കെ അവസാനിപ്പിച്ചത് എന്തായാലും നന്നായി എന്ന് പറയണം കേട്ടോ. ഇത് കേൾക്കുമ്പോൾ ബാലനും ഗോമതിയും നെഞ്ചത്ത് കൈവച്ച് നിൽക്കുക. അയ്യോ അങ്ങനൊന്നും പറയല്ലേ എന്ന് പറഞ്ഞ്, എങ്ങനെ പറയരുതെന്ന്? കല്യാണത്തലേന്ന് കണ്ട ആണുങ്ങളെ തേടി പോകുന്നവളൊന്നുമേ ഞങ്ങൾക്കിനി വേണ്ട എന്ന് അവർ തീർത്തു പറയാം. അത് കേൾക്കുന്ന ധർമ്മം പറയും, ചേച്ചി നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒന്നുമല്ല കാര്യങ്ങൾ. ഇവൻ മനഃപൂർവ്വം ഞങ്ങളുടെ അനുവിനെ കുടുക്കിയിരിക്കുന്നതാ. ഇവനെ ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. ഞങ്ങളുടെ കുടുംബത്തോടുള്ള ഈ പക വീട്ടാൻ വേണ്ടി അനുവിൻ്റെ കല്യാണ ദിവസം തന്നെ അവൻ തിരഞ്ഞെടുത്തതാ. നിങ്ങൾ മനസ്സിലാക്കണം എന്ന് പറയണം കേട്ടോ. ഇത് കേൾക്കുമ്പോഴത്തേക്കും ജീവൻ്റെ അമ്മ പറയും, നിങ്ങൾ ഇനി എന്തൊക്കെ പറഞ്ഞാലും ഞങ്ങൾക്ക് അനുശ്രീയെ വേണ്ട. ഈ കല്യാണം ഇവിടെ വെച്ച് അവസാനിച്ചു, അത്ര തന്നെ. എൻ്റെ മോനെ അത്രയ്ക്ക് ദാരിദ്ര്യമൊന്നുമില്ല. കണ്ട ആണുങ്ങളുടെ കൂടെ മുഴുവൻ കറങ്ങി നടക്കുന്ന പെൺകുട്ടിയെ പിടിച്ച് കല്യാണം കഴിക്കാനായിട്ട് എന്ന് വീണ്ടും പറയണം കേട്ടോ. എടാ എൻ്റെ മോൾ എവിടെയെന്നാണ് ഞാൻ നിന്നോട് ചോദിക്കുന്നത് പറഞ്ഞ ഗോമതി അപ്പം ദേഷ്യപ്പെടാ. അപ്പച്ചി എന്തൊക്കെ പറഞ്ഞാലും സത്യം സത്യമല്ലാതാകുന്നില്ലല്ലോ. അനു എൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് ആർക്കും വിശ്വാസമില്ലെങ്കിലേ അവളിതേ ആ വണ്ടിയിലുണ്ട് എന്ന് പറയാം. അപ്പം അനന്തൻ അങ്ങോട്ട് വന്ന് ചോദിക്കുക, എടാ ലോകെ എന്താ യഥാർത്ഥത്തിൽ സംഭവിച്ചത്? വെല്ലിച്ച ഞാൻ പറയുന്നത് സത്യവാ. അവളെ പിടിച്ചോണ്ട് പോകാനൊന്നും ഞാൻ വന്നിട്ടില്ല. അതിൻ്റെ ആവശ്യവും എനിക്കൊട്ടില്ല താനും. അവളെയൊക്കെ ഞാൻ എന്നോ ഉപേക്ഷിച്ചതാ. ഇന്നലെ രാത്രി അവളെ എൻ്റെ അടുത്തേക്ക് എന്നെ തേടി വന്നത്. എന്നെ മറന്നുകൊണ്ട് അവൾക്കൊരു ജീവിതം പറ്റത്തില്ലെന്നും പറഞ്ഞ് എൻ്റെ മുന്നിൽ കിടന്ന് കരച്ചിലും കൂവിച്ചയായിരുന്നു. ഞാൻ വീട്ടിലേക്ക് തിരിച്ചു പോകാൻ പറഞ്ഞിട്ട് പോലും അവൾ പോകാൻ കൂട്ടാക്കിയില്ലെന്നേ. പിന്നെ എൻ്റെ നല്ല സ്വഭാവം കൊണ്ട് ഞാൻ അവളെ ഇന്ന് രാവിലെ തന്നെ ഇവിടെ തിരിച്ചെത്തിച്ചു. അതെൻ്റെ മര്യാദ എന്ന് പറയാം. അപ്പൊ ആകാശും ആര്യനും അങ്ങോട്ട് വന്നിട്ട് പറയും, എന്ത് തോന്നിവാസം വിളിച്ചു പറയാന്ന് നീ കരുതിയിരിക്കുകയാണോ? ഇതൊക്കെ ഞങ്ങൾ വെള്ളം തൊടാതെ വിശ്വസിക്കണോ അല്ലേ എന്ന് ചോദിക്കാം. നിന്നെപ്പോലെ ഒരുത്തം പറഞ്ഞാലൊന്നും ഞങ്ങളുടെ പെങ്ങളെ ഞങ്ങൾ അവിശ്വസിക്കില്ലടാ എന്ന് പറയാം. നിങ്ങൾ അവിശ്വസിക്കേണ്ട, ദേ ആ വണ്ടിയിൽ അവളുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ, പോയി നോക്ക് എന്ന് പറയണം കേട്ടോ. എന്നിട്ട് അലോക് തന്നെ വണ്ടിയുടെ ഡോറ് തുറക്കുക. എന്നിട്ട് അനുവിനോട് പതിയെ പറയും, ഇറങ്ങി ഇങ്ങോട്ട്. ഞാൻ പറഞ്ഞതുപോലെ തന്നെ നീ സംസാരിച്ചോണം, ഇല്ലെങ്കിൽ അതിൻ്റെ ഭവിഷ്യത്ത് എന്താണെന്ന് നീ അറിയും. എന്തായാലും നിന്റെ വീട്ടുകാർ നിന്നെ പൂർണ്ണമായിട്ടും തള്ളിക്കളയുന്ന നിമിഷങ്ങളാ. നിന്നെ വേണ്ടെന്നേ നിന്നെ കെട്ടാനിരുന്നവനല്ലേ ആ ജീവൻ, അവൻ്റെ വീട്ടുകാർ തന്നെ പറഞ്ഞു. കണ്ട ആണുങ്ങളുടെ കൂടെ കറങ്ങി നടക്കുന്നവളെ ഒന്നും അവരുടെ മകന് വേണ്ടെന്ന്. എനിക്കും അത് തന്നെയാടി വേണ്ടത്. മര്യാദയ്ക്ക് കൂടുതൽ ഷോ ഇറക്കാതെ ഇറങ്ങി വരാൻ നോക്ക് എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ അനു ആണെങ്കിലോ ഒന്നും മിണ്ടാതെ വണ്ടിയിൽ നിന്ന് ഇറങ്ങുക. അലോകിൻ്റെ കൂടെ ഇറങ്ങി വരുന്ന അനുവിനെ കാണുന്ന എല്ലാവരും ഞെട്ടിത്തെറിച്ച് നിൽക്കുകയാണ് കേട്ടോ. അയ്യോ ഏട്ടാ ഇതിങ്ങ് നോക്കിക്കേ, നമ്മുടെ അനു എന്നും പറഞ്ഞ് ആകാശ് ആനന്ദിനെ കാണിച്ചു കൊടുക്കുക. ഞാൻ കണ്ടടാ എന്തൊക്കെയാണ് ഇവിടെ സംഭവിക്കുന്നത്. നമ്മുടെ അനു അറിഞ്ഞുകൊണ്ട് അങ്ങനെ ഒരു തെറ്റ് ചെയ്യുമോ എന്ന് ചോദിക്കുക. ഇതേ സമയം അലോക് തൻ്റെ പ്രസംഗം നിർത്തിയിട്ടില്ല കേട്ടോ. വീണ്ടും തുടങ്ങുക. എൻ്റെ സ്ഥാനത്ത് വേറെ ആരെങ്കിലും ആണെങ്കിൽ ഇങ്ങനെ ചെയ്യുമോ? ഇതായിരിക്കില്ല സംഭവിക്കുക. അവളെ കൊണ്ട് വിടുക പോലുമില്ല. എൻ്റെ മര്യാദ നിങ്ങൾ എന്നോട് ചെയ്തിട്ടുള്ളതൊക്കെ മറന്നുകൊണ്ടാ ഇവളെ ഞാൻ ഇവിടെ കൊണ്ട് തിരിച്ച വിട്ടത് എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ ഇതെല്ലാം കണ്ടും കേട്ടും എല്ലാവരും ആകെ തകർന്ന് നിൽക്കുകയാണ്. ഇപ്പോഴെങ്കിലും മനസ്സിലായല്ലോ ഞാൻ അത്ര തരം താഴ്ന്നവനല്ല. വേണമെങ്കിൽ ഈ സന്ദർഭം എനിക്ക് ഉപയോഗപ്പെടുത്തായിരുന്നു. ഞാനത് ചെയ്യത്തില്ല. എൻ്റെ അച്ഛനും അമ്മയും എന്നെ അതല്ല പഠിപ്പിച്ചിരിക്കുന്നത് എന്ന് പറയണേ. അപ്പം രാജശ്രീ ആണെങ്കിൽ തല ഉയർത്തിപ്പിടിച്ച് നിൽക്കുക. എൻ്റെ മകൻ അങ്ങനെ തെറ്റൊന്നും ചെയ്യുന്നവനല്ല എന്നുള്ള രീതിയിൽ ഗോമതി തല താഴ്ത്തി നിൽക്കുകയാണ് കേട്ടോ. ഇങ്ങനൊന്ന് അവരൊട്ടും പ്രതീക്ഷിച്ചില്ല. ഇവൻ എന്തൊക്കെയായി വിളിച്ചു കൂവുന്നത് എന്ന് ആകാശപ്പ പറയാൻ കേട്ടോ. ഇതേസമയം ജീവന്റെ അമ്മയ്ക്ക് വല്ലാത്ത പുച്ഛത്തോടു കൂടി ബാലനെയും ഗോമതിയെ നോക്കുവാണേ.
അനുശ്രീ തൻ്റെ കഴുത്തിൽ കിടന്ന താലി ഉയർത്തി കാണിക്കാൻ കേട്ടോ. അത് കാണുന്ന എല്ലാവരും ഞെട്ടിത്തരിച്ചു നിൽക്കുക. അലോക് തിരിഞ്ഞു നിൽക്കുന്നത് കൊണ്ട് തന്നെ അനു ആ കാണിക്കുന്നത് കാണുന്നുമില്ലേ. പെട്ടെന്ന് നമ്മുടെ ദേവി അങ്ങ് ഇറങ്ങി വരിക. അനുമോളെ, നീ ഇത് എന്തായി കാണിച്ചേ? നിനക്ക് ഇങ്ങനെ ചെയ്യാൻ എങ്ങനെ ധൈര്യം വന്നു? എത്ര വലിയ തെറ്റാ മോളെ നീ ചെയ്തത് എന്ന് ചോദിക്കാം. അപ്പം താലി കാണുന്ന ബാലനും ഗോമതിയും വിശ്വസിക്കാൻ കഴിയാതെ അവിടെ നിൽക്കുകയാണ് കേട്ടോ. തൻ്റെ മകള് തങ്ങളെ ചതിച്ചോ എന്നുള്ള ചിന്ത അവരുടെ ഉള്ളിലേക്ക് കടന്നു വരിക. അപ്പം ആര്യനും ആകാശും ആനന്ദും ഒക്കെ ഞെട്ടിത്തെറിച്ച് നിൽക്കുക. അനുവിൻ്റെ കല്യാണം കഴിഞ്ഞോ എന്നുള്ള ചിന്ത വരികയാണ് കേട്ടോ. അപ്പം എല്ലാവരും പരസ്പരം നോക്കി നിൽക്കുകയാണ്. പെട്ടെന്നാണ് അലോക് അനുവിനെ തിരിഞ്ഞു നോക്കുന്നത്. അനു ഉയർത്തിപ്പിടിച്ചിരിക്കുന്ന താലി കാണുന്ന അലോക് ഞെട്ടിത്തെറിച്ച് നിൽക്കുക. ഇവളിത് എന്ത് തോന്നിവാസമായി ചെയ്യാൻ പോകുന്നേ എന്ന് അലോക് മനസ്സിൽ പറയണം കേട്ടോ. പെട്ടെന്ന് അനുവിൻ്റെ മനസ്സിലേക്ക് കടന്നുപോയ കാര്യങ്ങളൊക്കെ വരികയാണ്. അലോക് തൻ്റെ വീട്ടുകാരുടെ മുന്നിൽ വെച്ച് തന്നെ തെറ്റുകാരിയാക്കിക്കൊണ്ട് താൻ അലോകിൻ്റെ കൂടെ ഇറങ്ങിച്ചെന്നതാണെന്നും തന്നെ കല്യാണം കഴിക്കണമെന്നും പറഞ്ഞ് വാശി പിടിച്ചുകൊണ്ട് ഒരു രാത്രി മുഴുവൻ അവൻ്റെ കൂടെ കഴിഞ്ഞുവെന്നും ഒക്കെ പറയുമ്പം ഇനി തനിക്ക് രക്ഷയില്ല, താൻ എന്തായാലും അപമാനിക്കപ്പെട്ടു എന്നുള്ള ചിന്ത അവളുടെ മനസ്സിലേക്ക് വരുന്നതും തന്നെ ജീവിതം നശിപ്പിച്ചുകൊണ്ട് അവനൊരു ജീവിതം കെട്ടിപ്പടുക്കരുത്, എൻ്റെ ജീവിതം നശിപ്പിച്ച അവൻ്റെ ജീവിതവും ഞാൻ ചവിട്ടിയരയ്ക്കും എന്നുള്ള വൈരാഗ്യ ബുദ്ധിയോടുകൂടി അവിടെ ഇരുന്ന ആ താലി അനു എടുത്ത് തൻ്റെ കഴുത്തിൽ സ്വയം കെട്ടുന്നതും ഒക്കെ അനുവിൻ്റെ മനസ്സിലേക്ക് കടന്നു വരണം കേട്ടോ. പക്ഷെ ഇങ്ങനൊരു ടെസ്റ്റ് നമ്മുടെ അലോക് പ്രതീക്ഷിച്ചിരുന്നില്ല. കരഞ്ഞു കൂവി വീട്ടുകാരുടെ കൂടെ തന്നെ അനു തിരിച്ചു പോകുമെന്നും അനുവിൻ്റെ കല്യാണം മുടങ്ങുകയും ചെയ്യും എന്നുമാണ് അലോക് ധരിച്ചിരുന്നത്. പക്ഷെ ആ ധാരണകളെല്ലാം തെറ്റിച്ചുകൊണ്ടാണ് നമ്മുടെ അനുശ്രീയുടെ ഈ ഒരു തീരുമാനം. എന്നിട്ട് എല്ലാവരോടുമായിട്ട് മനസ്സ് കല്ലാക്കിക്കൊണ്ട് അനു പറയും, അലോക് പറഞ്ഞതെല്ലാം സത്യമാണ്, ഞാൻ ഇന്നലെ മുഴുവൻ അവൻ്റെ കൂടെയായിരുന്നു, അവൻ പറഞ്ഞതിൽ ഒരു വാക്കുപോലും തെറ്റില്ല, ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞു എന്ന് പറയാം. അലോകിനെ സ്നേഹിച്ചിട്ട് എനിക്ക് മറ്റൊരാളുടെ ഭാര്യയാകാൻ കഴിയില്ല എന്ന് അനുശ്രീ ആണെങ്കിൽ ഭയങ്കര ദുഃഖം അഭിനയിച്ചുകൊണ്ട് പറയണം കേട്ടോ. അനു, നീ എന്തൊക്കെയാണ് ഈ പറയുന്നത് എന്ന് അലോക് അപ്പം ഞെട്ടിത്തെറിച്ചുകൊണ്ട് ചോദിക്കുക. അലോകിനെയും ജീവനെയും ഒരുമിച്ച് ചതിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഞാൻ ഇങ്ങനൊരു തീരുമാനം എടുത്തത്. ഞാൻ അലോകിനെ കാണാൻ പോയത്, അലോക് എല്ലാ കാര്യങ്ങളും പറഞ്ഞു എന്ന് അനുശ്രീ പറയാൻ കേട്ടോ. അപ്പം അലോകാണ് താനൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്നുള്ള രീതിയിൽ അവിടെ നിൽക്കുക. ഇതേ സമയം രാജശ്രീയും അച്യുതനും വളരെയേറെ സന്തോഷത്തിൽ നിൽക്കുകയാണ് കേട്ടോ. നീ ഒരു മിടുക്കം തന്നെയാടാ, എൻ്റെ മോൻ തന്നെയാ, അത് നീ തെളിയിച്ചു. അവളുടെ കല്യാണം മുടക്കുക മാത്രമല്ല അവളെ നീ കൃഷ്ണമംഗലത്ത് എത്തിക്കുകയും ചെയ്തല്ലോ എന്നുള്ള രീതിയിലാണ് കേട്ടോ അച്യുതൻ സന്തോഷത്തോടു കൂടി നിൽക്കുന്നത്. പക്ഷേ നമ്മുടെ അലോകിന് ഇതൊന്നും ഒട്ടും താല്പര്യമില്ലേ. താൻ പറഞ്ഞത് ആരും ഇനി വിശ്വസിക്കില്ല എന്ന് ബോധ്യപ്പെടുക. എന്നിട്ട് അലോകിനെ കുറിച്ച് അനു പറയാണ്, അലോക് നിങ്ങളോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു, പക്ഷെ ചില സത്യങ്ങൾ മറച്ചു വെച്ചു. അലോകിന് ഞാൻ കാണാൻ പോയത് എൻ്റെ സ്വന്തം ഇഷ്ടത്തിനല്ല, അലോക് വിളിച്ചിട്ടാണ് ഞാൻ പോയത്. എടി 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 നീ എന്തൊക്കെയാടി പറയുന്നേ? അച്ഛ, ഞാൻ ആരെയും വിളിച്ചിട്ടൊന്നും ഇല്ല എന്ന് അലോക് അപ്പം പറയാണ് കേട്ടോ. അപ്പം സുകന്യ പേടിച്ച് വരച്ച് അവിടെ നിൽക്കുകയാണേ. വേറൊന്നും കൊണ്ടല്ല, തൻ്റെ പേരും ഇവള് വിളിച്ചു പറയോ, തൻ്റെ നിലനിൽപ്പ് ഇന്നത്തോടു കൂടി അവസാനിക്കോ എന്ന് പേടിച്ച് വരച്ച് അവിടെ നിൽക്കാം. എടി എടി നീ എന്തിനാടി ഇങ്ങനെ കള്ളം പറയുന്നേ എന്ന് ചോദിച്ചുകൊണ്ട് അലോക് അനുവിൻ്റെ അടുത്തേക്ക് വീണ്ടും ചെല്ലുക. എടാ അലോക്, നിനക്ക് എന്തിനാ ഇത്ര പേടി? ഞാൻ ഇത്ര ധൈര്യമായിട്ടാണ് പറയുന്നേ, നീ വിളിച്ചിട്ടല്ല ഞാൻ വന്നത്. എന്നെ നഷ്ടപ്പെടേണ്ടി വന്ന ചത്ത് കളയുമെന്ന് അലോക് എന്നോട് പറഞ്ഞില്ലേ? യോ ഞാനോ? എപ്പോഴ് എന്ന് അലോക് അപ്പം ചോദിക്കാം. അപ്പം അനന്തനും നന്ദിനിയും എല്ലാവരും വിശ്വസിക്കാനാകാതെ അലോകിനെ നോക്കുകയാണ് കേട്ടോ. അപ്പോൾ ഗോമതിയാണെങ്കിൽ തല കുനിച്ച് തന്നെ നിൽക്കുക, അത് ഉയർത്തുന്ന പോലുമില്ലേ. ഞാൻ എപ്പോഴും ഇങ്ങനെയൊക്കെ പറഞ്ഞത് എന്ന് അലോക് മനസ്സിൽ പറയാം. അതുമാത്രോ, ഞാൻ ജീവനെ കല്യാണം കഴിച്ച മുഹൂർത്ത സമയത്ത് വിഷം കുടിച്ച് മരിക്കുന്ന അലോക് എന്നെ ഭീഷണിപ്പെടുത്തിയില്ലേ, വിഷക്കുപ്പിയും കാണിച്ചു. അങ്ങനെ ഭീഷണിപ്പെടുത്തിയതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇറങ്ങിപ്പോയത് ഇവൻ്റെ ഒപ്പം, അല്ലെങ്കിൽ ഞാൻ പോകുമോ എന്ന് അനുസരിച്ച് ചോദിക്കാം. എൻ്റെ ഈശ്വര, ഇവളിത് എന്തൊക്കെയാണ് വിളിച്ച് കൂവുന്നേ എന്ന് അപ്പം അലോക് മനസ്സിൽ പറയാണ് കേട്ടോ. പക്ഷെ നമ്മുടെ മീനുവിന് ഇതൊന്നും വിശ്വാസം വരുന്നില്ല. അപ്പം അനുശ്രീ ആണെങ്കിൽ അലോകിൻ്റെ അടുത്തേക്ക് വീണ്ടും ചെല്ലുക. എല്ലാ അലോക് ഇത്ര വേഗം മറന്നുപോയോ? അതെന്താ അലോക് മറന്നുപോയേ? നിനക്കിത് എന്തു പറ്റി? സ്വന്തം ജീവനേക്കാൾ കൂടുതൽ എന്നെ സ്നേഹിച്ച ഒരു മനുഷ്യനെ എനിക്ക് വേണ്ടി ചാകാൻ പോലും തയ്യാറായ ഒരാണാ ഈ അലോകേട്ടൻ. അങ്ങനെയുള്ള ഈ അലോകേട്ടനെ മറന്നുകൊണ്ട് ഞാൻ വേറൊരാൾക്ക് താലി കെട്ടാൻ കഴുത്ത് നീട്ടി കൊടുക്കുന്നത് എങ്ങനെയാ എന്ന് അനുശ്രീ പറയാം. അലോകേട്ടനോ? ഇവളിത് എന്തൊക്കെയാ വിളിച്ചു കൂവുന്നേ എന്ന് അലോക് അപ്പം മനസ്സിൽ പറയാം. അതുകൊണ്ടാ ഞാൻ അലോക് വിളിച്ചപ്പോൾ അങ്ങ് പോയത്. അലോക് ചത്ത് കളയുമെന്ന് പറഞ്ഞപ്പം കല്യാണത്തിന് ഞാൻ സമ്മതിച്ചു, അല്ലാതെ മറ്റൊന്നുമല്ല. പക്ഷേ ഇവന് അതൊക്കെ പറയാൻ പേടിയാ. എൻ്റെ ഏട്ടന്മാരെ പേടിച്ചിട്ടാകും. ഇഷ്ടം പോലെ തല്ല് കിട്ടിയ അനുഭവം ഉള്ളത്
പാല് കിട്ടിയത് വരെ നമുക്കിനി ഒന്നിച്ചെന്ത് നേരിടാമെന്ന് ധൈര്യം തന്നതൊക്കെ അലോകല്ലേ. എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു. പക്ഷേ ഇവൻ ഒരാളുടെ ധൈര്യത്തിലാണ് ഞാൻ ഇങ്ങനൊരു കടുത്ത തീരുമാനം എടുത്തത് പോലും എന്ന് അനുശ്രീ പറയാണ് കേട്ടോ. എപ്പോഴാണ് ഞാൻ നിനക്ക് ധൈര്യം തന്നത് എന്ന് ചോദിക്കുകയാണ് കേട്ടോ. ഇപ്പം എല്ലാവരും കണ്ടപ്പം അലോകിൻ്റെ ധൈര്യമൊക്കെ ചോർന്നു പോയോ എന്ന് ചോദിക്കാം. ഇത് മോശമായി കേട്ടോ. ഞാൻ ഇത്രയും ധൈര്യത്തോടെ കാര്യങ്ങളൊക്കെ എല്ലാവരോടും പറയുന്നില്ലേ. എൻ്റെ ധൈര്യത്തിൻ്റെ 10-1 പോലും അലോകിനില്ലല്ലോ. അലോക് എന്തിനെ പേടിക്കുന്നേ? ഞാൻ അലോകിൻ്റെ കൂടെ ഇല്ലേ എന്ന് അനുശ്രീ ചോദിക്കാൻ കേട്ടോ. അപ്പം രാജശ്രീക്കും ഇത് വളരെയേറെ സന്തോഷം നൽകുന്ന തീരുമാനം തന്നെയാണ്. വളരെ സന്തോഷത്തോടു കൂടി രാജശ്രീയും അവിടെ നിൽക്കുക. അനുശ്രീ ഇനി ഞങ്ങളുടെ മരുമകളായി കൃഷ്ണമംഗലത്തുണ്ട്, അവൾ വഴി സ്വത്തുക്കൾ പോലും ഞങ്ങളുടെ കൈകളിൽ ഞാൻ എത്തിക്കും എന്നൊക്കെ ചിന്തിച്ചു കൂട്ടുവാണ് കേട്ടോ. ഇതെല്ലാം കണ്ടും കേട്ട് നിന്നിരുന്ന ജീവൻ്റെ അമ്മ ചോദിക്കുക, നിനക്ക് ഒട്ടും നാണമില്ലേടി? വേറൊരുത്തിൻ്റെ മനസ്സിലിട്ടുകൊണ്ട് എൻ്റെ മകൻ്റെ കല്യാണം കഴിക്കാനായിട്ട് സമ്മതിക്കുകയും ചെയ്തു. എന്നിട്ട് കല്യാണ മണ്ഡപത്തിൽ ഞങ്ങളെ എത്തിച്ചിട്ട് കല്യാണ തലേന്ന് സ്നേഹിച്ചവൻ്റെ കൂടെ ഇറങ്ങിപ്പോകുക എന്നൊക്കെ പറഞ്ഞാൽ ഇതാണോടി നിൻ്റെ അച്ഛനും അമ്മയും പഠിപ്പിച്ച് വെച്ചിരിക്കുന്ന സംസ്കാരം? നല്ല സംസ്കാരം തന്നെ അല്ല. പെൺകുട്ടികളെ അച്ഛനും അമ്മയൊക്കെ അടക്കി ഒതുക്കി വളർത്തിയില്ലെങ്കിൽ ഇങ്ങനെ പല കുടുംബക്കാരും നാട്ടുകാരുടെയും വീട്ടുകാരുടെയും മുന്നിൽ ആ പെൺകുട്ടികൾ കാരണം നാണം കെടും. അതേ അവസ്ഥ തന്നെയല്ലേ ഞങ്ങൾക്ക് ഉണ്ടായിരിക്കുന്നത്. ഒരു കണക്കിന് കല്യാണത്തല്ലെന്ന് നീ ഒളിച്ചോടിപ്പോയത് എന്തുകൊണ്ട് നന്നായി. കല്യാണത്തിന് ശേഷമാ നിനക്ക് നിന്റെ കാമുകനോട് സ്നേഹം വന്നതെങ്കിലേ എൻ്റെ മകൻ്റെ ജീവിതം അതോടുകൂടി അവസാനിക്കില്ലേ എന്ന് ചോദിക്കാം. ഇത് കേൾക്കുന്ന ഗോമതിയും ബാലനും തലയുയർത്താൻ കഴിയാതെ നിൽക്കുകയാണ് കേട്ടോ. ജലജാൻറ്റി എന്നെ എന്ത് വേണമെങ്കിലും പറഞ്ഞോ, പക്ഷേ എൻ്റെ അച്ഛനും അമ്മയും കുറ്റപ്പെടുത്തരുത് എന്ന് അനുശ്രീ പറയാണ് കേട്ടോ. ബാലൻ തകർന്ന് തരിപ്പണമായി നിൽക്കുക. ഞാൻ എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം തന്നെയാണ് അലോകിനെ കല്യാണം കഴിച്ചത്. സ്വന്തം ഇഷ്ടപ്രകാരം പോലും നിന്റെ അമ്മ വളർത്തിയ സംസ്കാരമല്ലേ നീ കാണിക്കുന്നത് എന്ന് ചോദിക്കുക. ഇതേ സമയം ഗോമതി അനുവിൻ്റെ അടുത്തേക്ക് ചെല്ലാണ്. എന്നിട്ട് കവിളത്ത് നല്ലൊരു അടി കൊടുക്കുക. ആരടി നിന്റെ അമ്മ? ആരാടി നിന്റെ അച്ഛൻ? ഇനി നിനക്ക് അമ്മയുമില്ല അച്ഛനുമില്ല. ആ ബന്ധവും പറഞ്ഞുകൊണ്ട് നീ ഇങ്ങോട്ട് വരരുത്, ഇവിടെ നിനക്ക് ആരും ഇല്ല എന്ന് ഗോമതി പറയാം. അപ്പം തല കുനിച്ച് നിൽക്കാൻ കേട്ടോ അനുശ്രീ. കുടുംബത്തിൻ്റെ മാനം കളഞ്ഞ നശൂലം, നിന്നെ ഇനി മകളായിട്ട് കാണാൻ എന്നെ കൊണ്ട് സാധിക്കില്ല. ആരൊക്കെ നിന്നോട് ക്ഷമിച്ചാലും ഞാൻ ക്ഷമിക്കില്ല എന്നും പറഞ്ഞുകൊണ്ട് അനുശ്രീ തലങ്ങും വിലങ്ങും ഗോമതി അടിക്കാണ് കേട്ടോ. ഇത് കാണുന്ന ദേവി ഓടി ചെല്ലുക. അമ്മ ഇത് എന്താ കാണിക്കുന്നത്? വിടമ്മേ എന്നും പറഞ്ഞ് ഗോമതിയെ പിടിച്ചു മാറ്റാനായിട്ട് നോക്കുക. അപ്പം മീനും ചെല്ലും. മാറ് എന്നും പറഞ്ഞ് ഒരു വിധത്തിൽ ഗോമതിയെ പിടിച്ച് മാറ്റണം കേട്ടോ. അപ്പം ഇത്രയും അങ്ങോട്ട് ചെല്ലുക. അപ്പച്ചി എന്താ ഈ ചെയ്യുന്നേ? ഇങ്ങനെ തല്ലിയ അവൾ ചത്തുപോകും എന്ന് പറയാം. ചാകട്ടെ, ഇങ്ങനെയുള്ള പെൺമക്കള് ജീവിച്ചിരിക്കുന്നതിനേക്കാൾ നല്ലത് മരിക്കുന്നത് തന്നെയാ. അച്ഛൻ്റെയും അമ്മയുടെയും തല കുനിക്കാൻ മാത്രം ജനിപ്പിച്ച ഒരു സന്തതി എന്നും പറഞ്ഞ് ഗോമതി വീണ്ടും ദേഷ്യപ്പെടുകയാണ് കേട്ടോ. പക്ഷെ ഈ തല്ലുകളെല്ലാം ഒന്നും പറയാതെ നിന്ന് കൊള്ളുകയാണ് നമ്മുടെ അനുശ്രീ. താൻ തെറ്റ് ചെയ്തല്ലോ എന്നുള്ള രീതിയിൽ ഒരു തെറ്റും ചെയ്യാതെ നിസ്സഹായായി ആ പാവം പെൺകുട്ടി അവിടെ നിൽക്കുകയാണ് കേട്ടോ. പക്ഷേ അവളെ മനസ്സിലാക്കാൻ ആരുമില്ല. അവൾ ഇങ്ങനൊരു കാര്യം തുറന്നു പറയുകയും കൂടി ചെയ്തതുകൊണ്ട് അവളുടെ ചേട്ടന്മാരും വീട്ടിലുള്ള സകലരും അവൾ തെറ്റുകാരിയാണെന്ന് തന്നെ ഉറപ്പിക്കുകയാണ് കേട്ടോ. അപ്പച്ചി വീടപ്പച്ചി എന്ന് പറഞ്ഞ് മിത്ര വീണ്ടും മാറ്റി നിൽക്കുക. നോക്കിയിട്ട് നീ നിൻ്റെ അച്ഛൻ്റെ മുഖത്തേക്ക്. നീ ഇങ്ങനൊരു തെറ്റ് ചെയ്യില്ലെന്ന് ആ മനുഷ്യന് ഈ നിമിഷം വരെ ഉറപ്പുണ്ടായിരുന്നു. നീ തുറന്നു പറഞ്ഞപ്പോൾ മാത്രമാണ് ആ മനുഷ്യൻ നിന്നെ അവിശ്വസിച്ചത്. നീ ഒരുത്തി കാരണം ആ മനുഷ്യൻ അപമാനിക്കപ്പെട്ട് തല കുനിച്ച് നിൽക്കുന്നത് നീ കണ്ടോടി എന്ന് ചോദിക്കാം. മോളെ അനു, നീ എന്ത് ഇത് ചെയ്തെന്ന് ഞങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്ന് അപ്പം ദേവിയും പറയാം. ഇങ്ങനൊരു തീരുമാനം എടുക്കുന്നതിന് മുൻപ് ഞങ്ങളോടൊന്ന് ചോദിച്ചുകൂടായിരുന്നോ എന്ന് മീനാക്ഷിയും ചോദിക്കുക. ഞങ്ങൾ അത്രയും നിന്നെ സ്നേഹിച്ചതല്ലേ മോളെ? ഞങ്ങളുടെ സ്നേഹത്തെക്കാളൊക്കെ വലുത് നിനക്ക് ഇവനാണോ? നിന്റെ ഈ തീരുമാനം വളരെ തെറ്റായിപ്പോയി. ഈ കുടുംബത്തോട് നീ ഇത് ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന് മിത്രയും പറയാം. അപ്പം ആനന്ദ് ചോദിക്കുക, ഇവനെ അല്ലാതെ വേറെ ആരെ നിനക്ക് കിട്ടിയില്ലടി? ഈ കിഴങ്ങനെ തന്നെ നിനക്ക് കെട്ടാൻ കിട്ടിയുള്ളോ എന്ന് ചോദിക്കുക. അത് കേൾക്കുന്ന അച്ഛനും ചോദിക്കും, എടാ എൻ്റെ മോനെ എന്താടാ കുഴപ്പം? നിങ്ങളെക്കാളെല്ലാം നല്ല അന്തസ്സുള്ളവനാ എൻ്റെ മകൻ എന്ന് പറയാം. അയ്യോ, ഒരു കുഴപ്പമോ ഇല്ലേ എന്ന് ആനന്ദ് പറയാം. ശ്രീരാമചന്ദ്രനാണല്ലോ നിങ്ങളുടെ ഈ കിഴങ്ങു മോൻ എന്ന് ആനന്ദ് അപ്പം പറയാം. അനു, നിനക്ക് എങ്ങനെ ഈ തെറ്റ് ചെയ്തു? നീ പറഞ്ഞത് ഇപ്പോഴും എനിക്ക് വിശ്വാസം വന്നിട്ടില്ല എന്ന് ആര്യം പറയാം. ഇവൻ നമ്മുടെ അനുവിനെ എങ്ങനെയോ ട്രാപ്പ് ചെയ്തിട്ടുണ്ട് എന്ന് ആര്യം പറയണം. അവളെ കൊണ്ട് ഇവൻ ഇതൊക്കെ നിർബന്ധിച്ച് പറയിക്കുന്നതാ എന്ന് പറയാം. അപ്പോഴത്തേക്കും ആകാശും ആനന്ദും കൂടി ചെന്ന് അലോകനിട്ട് എടുത്തിട്ട് അടിക്കുവാണ് കേട്ടോ. സത്യം പറയടാ, ഞങ്ങളുടെ അനുവിനെ നീ എന്താടാ ചെയ്തത് എന്ന് ചോദിച്ചാൽ വീണ്ടും തല്ലുകയാണ് കേട്ടോ. അപ്പോഴത്തേക്കും അത് കാണുന്ന അച്യുതൻ ഓടി ചെല്ലുക.
എടാ നിനക്കൊക്കെ ഇനി എൻ്റെ മകനെ തല്ലാൻ എന്ത് അർഹതയാടാ ഉള്ളത്? നിങ്ങളുടെ പെങ്ങളാ അവൻ്റെ കൂടെ ഇറങ്ങി ചെന്നത്, അവൻ വിളിച്ചോണ്ട് പോയതൊന്നും അല്ലല്ലോ. എന്നിട്ടും വേണമെങ്കിൽ അവളെ ഉപേക്ഷിക്കായിരുന്നു. പക്ഷേ എൻ്റെ മോനെ നല്ല അന്തസ്സുള്ളവനാടാ, അതുകൊണ്ട് അന്തസ്സായി അവളുടെ കഴുത്ത് താലിയും കെട്ടിട്ടുണ്ട്. അങ്ങനെയാടാ ആൺപിള്ളേർ, അല്ലാതെ നിന്നെയൊക്കെ പോലെ അല്ല എന്ന് അച്യുതൻ പറയാ. എൻ്റെ മോൻ്റെ ദേഹത്ത് കൈവച്ചാലേ ഈ അച്യുതൻ വെറുതെ ഇരിക്കില്ല എന്ന് വീണ്ടും പറയാൻ കേട്ടോ. ഏട്ടന്മാരാ തേങ്ങയാന്നും പറഞ്ഞ് എൻ്റെ ചെറുക്കൻ്റെ ദേഹത്ത് ഇനി കൈവച്ചാലുണ്ടല്ലോ ഡാ പൊന്നു മക്കളെ ഞാൻ വെറുതെ ഇരിക്കില്ല എന്ന് അച്യുതൻ പറയാം. നിനക്ക് സന്തോഷമായോടി എന്ന് കോമതിയപ്പം അനുശ്രീയോട് ചോദിക്കുകയാണ്. അപ്പം ജലജ പറയാ, എല്ലാം കൂടി തല്ലി ചാകുന്നതിന് മുന്നേ ഞങ്ങളുടെ കാര്യത്തിലൊരു തീരുമാനം ഉണ്ടാക്കണം. എൻ്റെ മോൻ ഇനി എന്ത് ചെയ്യണം എന്ന് ജലജ ചോദിക്കാൻ കേട്ടോ. അപ്പം ബാലൻ തല ഉയർത്തി നോക്കുക. ദാ ഈ പിഴച്ചവള് കാരണം എൻ്റെ മോൻ്റെ ഭാവി പോയില്ലേ എന്ന് വീണ്ടും ചോദിക്കുകയാണ്. എടാ ബാല, താൻ അന്തസ്സുള്ളവനാണെന്നാ ഞാൻ കരുതിയത് എന്ന് ജീവൻ്റെ അച്ഛനും പറയാണ് കേട്ടോ. ഇത്രയും ചീഞ്ഞ് നാറിയ ഒരു പിഴച്ച കുടുംബമാണ് തൻ്റേതെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. മക്കളെ നന്നായിട്ട് വളർത്താൻ പോലും കഴിയാത്ത താനാണോടോ കുടുംബം നന്നാക്കാൻ നടക്കുന്നേ എന്ന് ചോദിക്കാം. അപ്പം ജീവൻ പറയും, അനു ഇത് തീരെ ചീപ്പായിപ്പോയി. എടോ ഇനി നീ എന്തിനാടാ ഈ പിഴച്ചവളോട് സംസാരിക്കുന്നേ? ഈ വൃത്തികെട്ടവളോടൊന്നും സംസാരിക്കാൻ പാടില്ല നീ എന്ന് ജലജ പറയണം. എന്നിട്ട് ജലജ ബാലൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണേ. മക്കളെ മര്യാദയ്ക്ക് വളർത്തണം, അല്ലെങ്കിലേ ഇവളെ പോലെ പിഴച്ചു പോകും പെൺകുട്ടികൾ. അച്ഛനും അമ്മയും നല്ലത് ചൊല്ലി വളർത്തിയില്ലെങ്കിലേ ഇങ്ങനെ സംഭവിക്കത്തുള്ളൂ. എനിക്കും ഉണ്ടായിരുന്നൊരു പെൺകുട്ടി, അന്തസ്സായിട്ടാണ് ഞാൻ അവളെ കൈ പിടിച്ചു കൊടുത്തത്. ഇവളുടെ തന്തയാണെന്ന് പറയാൻ തനിക്ക് നാണമില്ലേടോ എന്ന് ബാലനോട് വീണ്ടും ചോദിക്കാൻ കേട്ടോ ജീവൻ്റെ അമ്മ. ബാലനാണെങ്കിൽ തല ഉയർത്താതെ തന്നെ നിൽക്കുക. എൻ്റെ മോനെ പറഞ്ഞു പറ്റിച്ച് ഈ വേഷം കെട്ടിച്ച തൻ്റെ മോളുണ്ടല്ലോ, അവൾ മുടിഞ്ഞ് നാശമായി പോവുള്ളൂ. അവൾ അനുഭവിക്കും. ഇതേ ഒരമ്മയുടെ നെഞ്ചു നീറിയുള്ള പ്രാക്ക, അത് തൻ്റെ മോക്ക് മോൻ്റെ ജീവിതം കൂടി തൻ്റെ മോള് നശിപ്പിക്കാൻ നോക്കിയില്ലേ? എൻ്റെ മോനെ അപമാനിച്ച തൻ്റെ ഈ കുടുംബവും തൻ്റെ മോളും നശിച്ചു പോകുള്ളടോ, വെന്ത് വെണ്ണീറായി പോകുള്ളൂ എന്ന് അവർ തലയ്ക്ക് കൈ പിടിച്ചതെന്ന് പ്രാഗുവാണ് കേട്ടോ. അപ്പം ഇത് കാണുമ്പം നമ്മുടെ അനുസരിയുടെ നെഞ്ച് നീറുവാണ്. പക്ഷെ ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ലല്ലോ. എന്നിട്ട് അവർ നേരെ ഗോമതിയുടെ അടുത്തേക്ക് ചെല്ലുക. നിനക്കൊക്കെ സമാധാനമായോടി? മക്കളെ നന്നായിട്ട് വളർത്തണം. നിങ്ങളെ ആരും ഞാൻ വെറുതെ വിടത്തില്ല, കാണിച്ചു തരാം. എൻ്റെ നല്ല സ്വഭാവം നിങ്ങൾക്ക് അറിയത്തുള്ളൂ. എൻ്റെ കുടുംബത്തെ തൊട്ട് കളിച്ചാൽ ഈ ജലജ ഉണ്ടല്ലോ, ജലജ എന്തായി തീരുമെന്ന് പോകെ പോകെ നിങ്ങൾ മനസ്സിലാക്കും എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് പോണേ. അപ്പം ജീവനും ആകെ തകർന്ന് നിൽക്കുകയാണ് കേട്ടോ. അനുവിൻ്റെ അടുത്തേക്ക് ചെല്ലുക. അലോകിൻ്റെ ഒപ്പം ആണ് താൻ ജീവിക്കാൻ ആഗ്രഹിച്ചതെങ്കിൽ പിന്നെ താൻ എന്തിനാടോ ഈ കല്യാണത്തിന് സമ്മതിച്ചത്? എന്നോടൊരു വാക്കു പറഞ്ഞിരുന്നെങ്കിൽ ഞങ്ങൾ പിന്മാറുമായിരുന്നല്ലോ. കല്യാണ മണ്ഡപം വരെ എത്തിച്ച് ഞങ്ങളെ ഇങ്ങനെ അപമാനിക്കേണ്ട എന്ത് കാര്യം ഉണ്ടായിരുന്നതിൽ എന്ന് ജീവൻ ചോദിക്കാൻ കേട്ടോ. അപ്പം അനുശ്രീക്ക് ഇതിനൊന്നും മറുപടി ഇല്ലാത്തതുകൊണ്ട് തന്നെ തല കുനിച്ച് നിൽക്കുക. തനിക്ക് ഒരു വാക്ക് എന്നോട് പറയായിരുന്നു. താൻ എന്നോട് എന്തൊക്കെയാടോ പറഞ്ഞത്? ഇവനുമായിട്ട് ഒരു ബന്ധമില്ല എന്ന് തീർത്ത് എന്നോട് പറഞ്ഞിട്ട് താൻ ഇവിടെ കൊണ്ടെത്തിച്ചല്ലോ. ഇങ്ങനെ ഒരു വിഡ്ഢിവേഷം കെട്ടിക്കേണ്ട എന്താവശ്യം തനിക്കുണ്ടായിരുന്നത്? തന്നോട് ഞാനും എൻ്റെ കുടുംബവും എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടോ? അന്ന് പെണ്ണ് കാണാൻ വന്നപ്പോഴല്ലേ നമ്മൾ ആദ്യമായി കാണുന്നത് പോലും. എന്തായാലും ഞങ്ങൾ ഇറങ്ങുക എന്ന് പറഞ്ഞ് ജീവനും സങ്കടപ്പെട്ടുകൊണ്ട് അവിടെ നിന്ന് അങ്ങോട്ട് പോവാണ് കേട്ടോ. അപ്പം ഇതെല്ലാം കാണുമ്പം അലോകന് സന്തോഷമാകുന്നുണ്ടെങ്കിലും അനു ഇനി തൻ്റെ തലയിലായോ എന്നുള്ള ചിന്തയോടുകൂടിയാണ് നിൽക്കുന്നത്. തൻ്റെ അച്ഛനും അമ്മയും ഇപ്പം തന്നെ അനുശ്രീയെ വേണമെങ്കിൽ തൻ്റെ കയ്യിലെടുത്ത് തരും എന്ന് അലോകനും ഏകദേശം ബോധ്യപ്പെട്ട കാര്യമാണ് കേട്ടോ. അപ്പം അവരങ്ങ് പോകുന്ന കൂടി കാണുമ്പോൾ അച്ഛന് വളരെ സന്തോഷമാകുവാണ്. അനുശ്രീ ആണെങ്കിൽ ആകെ തകർന്ന് തരിപ്പണമായിട്ട് ബാലൻ്റെ മുന്നിലേക്ക് കയറി ചെല്ലുകയാണ്. എന്നിട്ട് പറയും, അച്ഛ എന്നോട് ക്ഷമിക്കണം, എൻ്റെ മുന്നിൽ വേറെ വഴിയൊന്നും ഉണ്ടായിരുന്നില്ല അച്ഛ, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു തീരുമാനത്തിൽ എത്തിച്ചേർന്നത്. അത് കാണുന്ന ഗോമതി പറയും, ഡി ഇനി ഒരു അക്ഷരം ആ മനുഷ്യനോട് നീ മിണ്ടിപ്പോകരുത്. ഇത്രയൊക്കെ ചെയ്തു വെച്ചിട്ട് നീ മാപ്പ് പറയുന്നോ? നിന്റെ മാപ്പും ഒന്നും ഇവിടെ ആർക്കും കേൾക്കണ്ട എന്ന് ഗോമതി പറയാൻ കേട്ടോ. അപ്പം ബാലനാണ് കല്ല് പോലെ നിൽക്കുക, ഒന്നും പ്രതികരിക്കുന്നില്ല. തല കുനിച്ച് തന്നെ കേട്ടോ നിൽക്കുന്നത്. അച്ഛൻ്റെ അനുശ്രീയോട് അച്ഛൻ ക്ഷമിക്കണം, അച്ഛന് മോക്ക് വേറെ വഴിയില്ലായിരുന്നു അച്ഛ, ഞാൻ അത്ര നിസ്സഹായമായി പോയി, എൻ്റെ ഗതികേടാ എന്ന് പറഞ്ഞ് വീണ്ടും കരയാണ് കേട്ടോ. അപ്പം മീനുമാണ് ഇങ്ങനെ ചിന്തിച്ച് നിൽക്കുക. എന്നിട്ട് ബാലൻ്റെ കാലിലോട്ട് വീഴുക. അച്ഛ എന്നോട് ക്ഷമിക്കണേ എന്ന് പറഞ്ഞ് വീണ്ടും കാല് പിടിച്ച് കരയുമ്പം ബാലൻ ആ കാല് തൻ്റെ കാലിൽ നിന്ന് പിടിപിടിപ്പിച്ചുകൊണ്ട് അവിടെ നിന്ന് അങ്ങോട്ട് മാറി നിൽക്കുക. അതുകൂടി കാണുമ്പം അനുവിൻ്റെ നെഞ്ച് തകർന്നു പോവാണ് കേട്ടോ. ഗോമതി അപ്പോൾ പറയും, നിർത്തുന്നുണ്ടോ നിന്റെ നാടകം? ഇത്രയ്ക്ക് സ്നേഹം നിന്റെ അച്ഛനോടുണ്ടായിരുന്നെങ്കിൽ ഇന്ന് ആ മനുഷ്യനെ എല്ലാവരുടെ മുന്നിൽ നീ ഇങ്ങനെ അപമാനിക്കാൻ നിർത്തില്ലായിരുന്നടി എന്ന് പറയാൻ കേട്ടോ. അതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ